അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സിനാനെയും മുഹ്സിനെയും ഒരുമിപ്പിച്ച അജ്മൽ സാറിന് 1000 അഭിനന്ദനങ്ങൾ. തൻ്റെ അഭിമാനവും ജോലിയും നഷ്ടപ്പെട്ട് ശരീരത്തിന് പീഡനങ്ങൾ വരെ സഹിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പോലും മുഹ്സിക്ക് കൊടുത്ത ആ ഒരു വാക്ക് പാലിച്ച ആ നല്ല മനുഷ്യന് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഹ്സിയെ പോലെ തന്നെ നല്ലൊരു ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ അജ്മൽ സാറിനും. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അതെ, ആരുടെയും ഉള്ളിലേക്ക് തട്ടുന്ന ഒരു വാക്കുകൾ, അത് മറ്റാരുടേതും അല്ല, നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ എഴുതിയ, അതായത് നബീസ കളരിക്കണ്ടി എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് വീഡിയോസിനൊക്കെ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇവർ. എന്തൊക്കെ തന്നെയാലും ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ച് പോയിട്ടോ. എന്തായാലും ഇൻഷാ അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട അജ്മൽ സാറിനും നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാമല്ലേ? ഇൻഷാ അല്ലാ. മരുഭൂമിയിലൂടെയുള്ള യാത്രയിലാണ് സിനാനും മുഹ്സിനും തലാലും. അതെ, പെട്ടെന്ന് അവരുടെ ഫ്ലാറ്റിലെത്തുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ട് എത്തണം, അതാണ് അവരുടെ ലക്ഷ്യം. അറബി ഉമ്മ പറഞ്ഞു കൊടുത്ത ആ വഴിയാണ് അവർ പുറപ്പെടുന്നതും. എന്നാൽ ഈ സമയം മുഹ്സിന എന്താണെന്നറിയില്ല, ക്ഷീണം കൊണ്ടോ അതോ മയക്കം കൊണ്ടോ അറിയാതെ സിനാൻ്റെ തോളിലേക്ക് ചാരി ഉറങ്ങി വീഴുന്നു. ഒരു നിമിഷം സിനാൻ അവളെ കൈകൊണ്ട് ചേർത്ത് പിടിക്കുന്നു. അവനക്ക് സങ്കടമാണ് വന്നത്. പാവൻ്റെ കുട്ടി ഇതുവരെ ജീവിച്ചത് അതെങ്ങനെയായിരിക്കും എനിക്കറിയുന്നില്ല. ഇതുവരെ അവൾക്ക് കിട്ടാത്ത എല്ലാ സ്നേഹവും വാരിക്കോരി കൊടുക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ പേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഒരാൾക്കും ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത്. വീട്ടിലെത്തിയാൽ ഉമ്മയുടെ ചീത്തയും പ്രഹരവും, അവളുടെ കൂടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ആണത്തമില്ലാത്തവൻ, പെൺകോന്തൻ, അങ്ങനെ പല വാക്കുകളും. പാവൻ്റെ കുട്ടി സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ അവൾക്കായിട്ടില്ല. അല്ലാ, ഇനിയെങ്കിലും എൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുഹ്സിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവൻ്റെ മുഖം അവളുടെ മുഖത്തോടടുപ്പിച്ചു സിനാൻ. പഠിച്ചോനെ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവൻ്റെ കണ്ണുനീർ അതാ മുഹ്സിയുടെ കവിളിലേക്ക് ഉറ്റി വീഴുന്നു. ഇക്ക, സിനു. മോളെ കിടന്നട്ടോ, സാരല്ല, കുഴപ്പമില്ല, ഉറങ്ങിക്കോ. അങ്ങനെ അതാ അവളുടെ ശരീരത്തിലൂടെ പതുക്കെ തലോടിക്കൊണ്ട് അവൾക്ക് ആശ്വാസമായി തൻ്റെ നെഞ്ചോട് ചേർത്ത് അവളെ ചാരി കിടത്തുകയാണ് സിനാനെ. എന്താണെന്നറിയില്ല, റബ്ബേ, ഞാൻ ഇത്രയും കാലം കൊതിച്ചു വെച്ച കാത്തുവെച്ച ആ ഒരു സ്വപ്നം ഇതാ ഇന്നിവിടെ പൂർണ്ണമായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ കൂടെ ഞാനിതാ പേടിയില്ലാതെ യാത്ര ചെയ്യുന്നു. ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ കാരണക്കാരൻ, അതെ, അദ്ദേഹത്തെ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അവൾ അവളുടെ നനഞ്ഞ മിഴികൾ പതുക്കെ ഉയർത്തിക്കൊണ്ട് സിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, സിനു, അജ്മൽ സാറിനെ കണ്ടോ? ഇല്ല പെണ്ണെ, നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സ്പീഡിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പോയി മറഞ്ഞത്. എങ്ങോട്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല, എന്നാലും പോയി നോക്കുകയാണ്. ഇനിയൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്കല്ലെങ്കിലോ? പ്രിയപ്പെട്ട അജ്മൽ സാറിനെ ഒരു നോക്കു കാണണം, അദ്ദേഹത്തോട് നന്ദി പറയണം. സിനാന് അത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനോട് സിനാൻ്റെ മനസ്സിലുള്ള ഒരു വാശി, അദ്ദേഹത്തെ കണ്ടുപിടിച്ചേ മതിയാവും. കാരണം എനിക്ക് ഭാഗ്യം നൽകിയ, എൻ്റെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവന്ന ആ മഹാൻ, ആ ഒരു വലിയ മനുഷ്യനെ, അദ്ദേഹത്തെ ഒന്ന് കാണണം, എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയണം. എൻ്റെ പെണ്ണിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ആ ഒരു മനുഷ്യനെ, ആ ഒരു വലിയ മനുഷ്യനെ, വിശാല മനസ്കതയുള്ള മനുഷ്യനെ ഒന്ന് കാണണം. അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ആര് കൊണ്ടുവന്ന് തരും ഇങ്ങനെയൊക്കെ? എന്നാൽ ഈ സമയം അതാ അജ്മൽ സാർ യാത്രയിൽ തന്നെയാണ്. ഇനി ഒരിക്കലും എൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് പോകാതിരുന്നാലോ എന്ന് വരെ അദ്ദേഹം വിചാരിച്ചു പോവുകയാണ്. റബ്ബേ, എനിക്കിവിടെ ഇനി എന്ത് റോളാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നാട്ടിലേക്ക് പോകണോ? വേണ്ട, വെറുക്കപ്പെട്ടു അവിടെ.
നാട്ടിലേക്ക് തിരിച്ചു പോകാനേ തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങളുണ്ട്, അവർ വിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അജ്മൽ സാറിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. എന്താണെന്നറിയില്ല. മുഹ്സിനയെ സിനാൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തിരിച്ചു പോന്നപ്പോൾ ഒരു വാക്കും ഞാൻ പറഞ്ഞില്ല. ശരിയാണ്, പറയാൻ എനിക്ക് കഴിയില്ല. അവളുടെ കണ്ണുനീര് ഇനിയും ഈ ഭൂമിയിൽ ഉറ്റി വീഴരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ അറിയില്ല, മനസ്സിനുള്ളിൽ വല്ലാത്തൊരു നൊമ്പരം, വല്ലാത്തൊരു വെമ്പൽ. എനിക്ക് സങ്കടം നിർത്തിയിട്ട് നിൽക്കണില്ലല്ല. മുഹ്സി അങ്ങ് പോയപ്പോൾ എൻ്റെ മനസ്സങ്ങ് ഒഴിഞ്ഞു പോയതേപോലെ. ഇതുവരെ ജീവിതത്തിലെ ഒരർത്ഥം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ അർത്ഥം ഇല്ലാതായതുപോലെ. അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും മുഹ്സി കൂടി അങ്ങ് അകന്നു പോയപ്പോൾ തൻ്റെ കൂടപ്പിറപ്പ് അകന്നു പോയ പോലെ. ഓ അല്ലാ, എൻ്റെ ഹൃദയം വല്ലാതെ അങ്ങോട്ട് വേദനിക്കുന്നു. ഒരിക്കൽ കൂടി കണ്ട് എൻ്റെ പെങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇക്കക്ക് പോട്ടെ മോളെ എന്നൊരു വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ സങ്കടം എന്നെ സമ്മതിച്ചില്ല. ഇനിയൊരു പക്ഷെ അവളുടെ മുമ്പിൽ പോയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവളും കരയും, ഞാനും കരയും. വെറുതെ എന്തിനാണ് അവളുടെ സന്തോഷം ഇല്ലാതാക്കുന്നത്? അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം അതാ സിനാൻ തൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു. എടാ സജീറെ. ആ എവിടെടാ നീ എപ്പോഴും അറബിയമ്മയുടെ വീട്ടിൽ തന്നെ ആയിരിക്കില്ലേ? ആ നിനക്ക് പോകാലോ, നിൻ്റെ സ്വന്തം ആളുകളല്ലേ അവിടെ ഉള്ളതൊക്കെ. എടാ ഞാൻ പോന്നു കഴിഞ്ഞടാ. ആഹാ, നീ എത്ര പെട്ടെന്ന് പോകുന്നോ? നീ എന്താടാ ഫംഗ്ഷന്? എനിക്ക് പിന്നെ അത്യാവശ്യം ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ഞാൻ പോകുന്നത്. എന്നെ വിളിച്ച്, എനിക്ക് പോരാൻ ആഗ്രഹമൊന്നുമില്ലായിരുന്നോ? എടാ ഞാൻ പോന്നു. എനിക്ക് എന്താടാ സഹിക്കാൻ കഴിയണില്ലടാ. എന്ത്? അപ്പം നീ തന്നെയല്ലേ നിനക്ക് ദൗത്യമുണ്ട്, അത് ഏറ്റെടുത്തിട്ട് എനിക്ക് വിശ്രമമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ വീമ്പളിക്കിരുന്നത്? അതേടാ, അതൊക്കെ ഞാനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിടാ. എൻ്റെ സ്വന്തം പെങ്ങളെ കൈപിടിച്ച് കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വേദനിച്ചിട്ട് ഒന്നിനും കഴിയുന്നില്ലടാ. ഒന്നും അവളോട് യാത്ര പറയാൻ പോലും എനിക്ക് കഴിയില്ല. എന്തെന്നറിയില്ല, കൂടെ കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും മനസ്സ് പറിച്ചെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എടാ ഞാൻ ഉംറയ്ക്ക് പോകട്ടെ, കഅബ ഷരീഫിൻ്റെ അടുക്കൽ ചെന്ന് ഞാനൊന്ന് പൊട്ടി കരയട്ടെ. എൻ്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഒന്ന് മാറാൻ, അതൊന്ന് മറന്നു കിട്ടാൻ. മുഹ്സിയെ മറക്കാതെ പറ്റില്ലല്ലോ. എന്നും പെങ്ങളുടെ സ്ഥാനത്തുണ്ടാവും, ശരിയാണ്. പക്ഷേ എനിക്ക് അവളെ ഒരിക്കൽ പോലും പോയി കാണാൻ പറ്റില്ല, കാരണം അത് തെറ്റാണടാ. ഇതുവരെ എന്ന് വെച്ചാൽ ഞാൻ അവളുടെ ഒരു സംരക്ഷകനായിട്ട്. പക്ഷെ സിനാൻ്റെ കൈകളിലെത്തിയപ്പോൾ എനിക്ക് അതിനൊന്നും ഇനി പറ്റില്ലല്ലോ. കാരണം ഞാനൊരു അന്യപുരുഷനാണ്. ഒരിക്കൽ പോലും അവളെ കാണുവാനും സംസാരിക്കാനും എനിക്ക് അനുവാദം ഉണ്ടാവില്ല. അതിനു മുമ്പായിട്ട് എനിക്കൊന്ന് മറക്കണടാ. മറക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് കഅബ ഷരീഫിൻ്റെ അടുക്കലേക്ക് പോകണം. അവിടെ പോയി ആ കില്ല പിടിച്ചൊന്ന് പൊട്ടിക്കരയണം. എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷമായിട്ടായിരുന്നു അവൾ വന്നത്. അതെ, നല്ല ഹാപ്പിയായിരുന്നു അവളുള്ളപ്പോൾ. എൻ്റെ ഉമ്മാക്കും എൻ്റെ ബുഷിക്കും എനിക്കും എന്തെന്നറിയില്ല, ഒരു കൊച്ചു പെങ്ങളുടെ സ്ഥാനത്ത് അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കുന്നു. അവൾക്ക് വേണ്ടതെല്ലാം അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു. എൻ്റെ ബുഷിയെ ഞാനങ്ങനെ നോക്കുന്നു, അതുപോലെ തന്നെ. പക്ഷേ ഇത്ര പെട്ടെന്ന് വേർപിരിയെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. കരഞ്ഞുകൊണ്ട് അവൻ ഫോൺ ചെയ്യുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സജീർ വരെ കരഞ്ഞുപോയി. എന്താടാ നീ മനുഷ്യനെ കരയിപ്പിക്കുമല്ലോ. എന്താടാ നിനക്ക്? നിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ബിസിനസ് തുടങ്ങാം. വരാടാ, ഞാൻ വരാം. അതിനു മുമ്പായിട്ട് ഉംറയ്ക്ക് പോകണം. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോയിട്ട് പൊട്ടിക്കരയണടാ. എൻ്റെ മനസ്സിലുള്ള വേദനകൾ അങ്ങനെ മാറും, അല്ലാതെ മാറില്ലടാ. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എടാ നിൻ്റെ കരച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട, മതിയായി. അതല്ല, നിനക്ക് സമാധാനമായില്ലേ, സന്തോഷമായില്ലേ? ഇനിയും എന്തിനാ അവളെക്കുറിച്ച് ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ലടാ, മനസ്സിലങ്ങ് അടുത്ത് പോയിട്ടെ അതങ്ങോട്ട് ആ ഒരു വേദന മാറണില്ല. അതിപ്പോൾ നമ്മൾ കൂട്ടുകാരായാലും പെട്ടെന്ന് പിരിയുമ്പോൾ അത് ആ മനസ്സിൻ്റെ വേദന അതാണെടാ. സോറി, എന്നോട് ക്ഷമിക്കണം, നിന്നേക്ക് വിഷമിപ്പിക്കല്ലേ. അല്ലടാ, ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. എടാ ഇനിയും നമുക്ക് കാണാൻ പോവാലോ,
എന്താപ്പോ അറബി ഉമ്മയുടെ വീട്ടിലാണെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. അറബി ഉമ്മ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ആളാണ്. നമ്മളൊരിക്കലും അത് വിഷമിപ്പിക്കൂല. അങ്ങനെ ഒന്ന് അവർ സിനാനിയും ഭാര്യയും ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചാൻസൊക്കെ തരില്ലേ? വേണ്ടടാ, അത് തികച്ചും തെറ്റാണ്. ഇനി ഒരു പക്ഷേ അവൻ്റെ കൂടെ അവനില്ലാത്തത് കൊണ്ടല്ലേ അവളെ എൻ്റെ കൂടെയൊക്കെ വന്നത്. ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളങ്ങോട്ട് പോകുന്നതൊന്നും ശരിയല്ലല്ലോടാ. ഇസ്ലാമിൽ അതൊന്നും അനുവദനീയമല്ലല്ലോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. അതിപ്പോൾ പടച്ച റബ്ബിനോട് നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ അത് പുറത്തു തരും. ഇനി എൻ്റെ പെങ്ങളുട്ടിനെ എനിക്ക് കാണാൻ പറ്റൂലടാ. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ യാത്രയിൽ അവൻ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് എണ്ണയടിക്കുവാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു പമ്പിൽ കയറിയത്. എന്നാൽ ഈ സമയം സിനാനും മുഹ്സിനും തലാലും അതുവഴിയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം, അതല്ലേ ലക്ഷ്യം? അതെ. എന്നാൽ അതാ പെട്ടെന്ന് അവർ പരസ്പരം കണ്ടുമുട്ടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. രണ്ടുപേരുടെയും വാഹനം ഒരേ പെട്രോൾ പമ്പിൽ അതാ എത്തിയിരിക്കുന്നു. പക്ഷെ അവർ തമ്മിൽ പരസ്പരം കാണുന്നേയില്ല. തൊട്ടടുത്തായിട്ട് പിന്നിലായിട്ട് അതാ സിനാൻ്റെ വണ്ടി, ഫ്രണ്ടിലാണെങ്കിൽ അജ്മൽ സാറും. രണ്ടുപേരും പരസ്പരം അറിയുന്നേയില്ല, കാണുന്നുമില്ല. അജ്മൽ സാർ എണ്ണയടിച്ച് അതാ മുന്നോട്ട്, തൊട്ട് പിന്നിലായിക്കൊണ്ട് തലാലും. അവർ ഒരിക്കലും അറിയുന്നില്ല ഞങ്ങൾ തേടി നടക്കുന്ന ആളതാ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഉണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരേ റൂട്ടിൽ എത്തിയെന്നാണ് അർത്ഥം. അജ്മൽ സാറിന് കണ്ണുനീർ കൊണ്ട് നിയന്ത്രണം തന്നെ കിട്ടാത്ത രീതിയിൽ അവൻ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. യാ അല്ലാ, ഇവിടെ നിന്നൊക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അതുറപ്പാണ്. അവൻ പരമാവധി അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അറിയുന്നില്ല, എന്ത് ചെയ്യണമെന്നും അറിയുന്നില്ല. ഒടുവിലതാ അജ്മൽ സാർ ഒഴിഞ്ഞ ഒരു സ്ഥലമെത്തിയപ്പോൾ ആ ഭാഗത്ത് ഒന്ന് വണ്ടി സൈഡാക്കാമെന്ന് കരുതിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. തൊട്ടു പിന്നിലായി വരുന്ന അതാ മുഹ്സിനയുടെയും സിനാൻ്റെയും കാറ്. ഒരു കാർ പെട്ടെന്ന് വഴിയോരത്ത് പാർക്ക് ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അവരും പതുക്കെ അതാ അവിടെ പാർക്ക് ചെയ്യുന്നു. എന്നാൽ അവിടെ സ്റ്റെയറിങ്ങിൽ മുഖമുയർത്തി കരയുന്ന ഒരു മനുഷ്യനെയാണ് അവർ കാണുന്നത്. പെട്ടെന്ന് തലാൽ അവിടെ ഇറങ്ങി, എന്തു പറ്റി സഹോദര എന്ന് പറഞ്ഞ് ആ ഒരു ഗ്ലാസ്സിനെ മുട്ടി. എന്തു പറ്റി? പെട്ടെന്നാണ് ആ മുഖം തലാൽ കണ്ടത്. അജ്മൽ അജ്മൽ തലാലിൻ്റെ മുഖം കണ്ട് പെട്ടെന്ന് അവനും ഒരു നിമിഷം ഞെട്ടിപ്പോയി. തലാൽ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നാൽ ഈ സമയം സിനാൻ മുഹ്സിനയെ മടിയിൽ കിടത്തിക്കൊണ്ട് അവളോട് ഓരോ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയായിരുന്നു. മോൾ വിഷമിക്കണ്ട, നമുക്ക് ഇൻഷാ അല്ലാ ഇക്കാക്കയെ കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. എന്താന്നാവോ തലാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാവോ ഒരു വണ്ടി അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്താന്നാവോ ഇഷ്യൂസ് വല്ലതും പറയാൻ പറ്റില്ലല്ലോ. മുഹ്സി, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. എന്നാൽ ഈ സമയം തലാലത അജ്മലിനോട് സംസാരിക്കുകയായിരുന്നു. അജ്മലിനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തലാൽ എന്ന് പറഞ്ഞ് ഇറങ്ങി തലാലിനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഒരിക്കൽ പോലും സിനാനും മുഹ്സിനെയും ആ ഒരു വാഹനത്തിലുള്ളത് തലാൽ പറഞ്ഞില്ല. അജ്മൽ, നിങ്ങളായിരുന്നോ ഇതിൽ? ഞാനൊരിക്കലും പെട്ടെന്നിങ്ങനെ വണ്ടി ബ്രേക്ക് ഇട്ടതും അവിടെ സൈഡാക്കിയതും കണ്ടപ്പോൾ ഞാൻ എന്തോ വിചാരിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. എന്തായാലും പടച്ച റബ്ബ് ഇത്ര പെട്ടെന്ന് നിന്നെ കണ്ണിൽ കാണിച്ചു തരുന്ന ഞാൻ വിചാരിച്ചില്ല. തലാൽ, നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്തൊക്കെ തന്നെയാലും ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ തലാൽ, എനിക്ക് വല്ലാത്ത സങ്കടം കൊണ്ട് എനിക്ക് വാഹനം ഓടിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരു വാക്ക് ഞാൻ പറയാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അവളുടെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പറയണം, ഇനിയെങ്കിലും മുഹ്സിയെ കഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ അവളെ ശരിക്കും നോക്കണം എന്ന് പോലും പറയാൻ എനിക്ക് ആയില്ല. ഞാൻ വളരെയധികം സങ്കടത്തിലാണ്. നിങ്ങൾ പറയണം എല്ലാം അവരോട്.
ഇക്കാക്കാക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ആ ഒരു നിമിഷം മനസ്സിലെ വേദന കൊണ്ടും വിഷമം കൊണ്ടും മിണ്ടാതെ ആണ് ഇറങ്ങിപ്പോകുന്നത്. ജസ്റ്റ് നാഫിറോസ്താനോട് മാത്രം പറഞ്ഞിട്ടാണ് എന്ന് പറയണം. അല്ലാതെ ഇക്കാക്കാക്ക് മോളോട് സ്നേഹമല്ലായിട്ടോ ഒന്നുമല്ലാന്ന് പറയണം കേട്ടോ. അജ്മൽ, നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയാലോ. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വന്നാൽ അവരെന്നെ തെറ്റിദ്ധരിക്കൂലേ? കാരണം ഞാൻ അവളെ ഏൽപ്പിച്ചു പോയതാണ്. വീണ്ടും ഞാൻ ചെല്ലുമ്പോൾ അവർ മറ്റെന്തെങ്കിലും വിചാരിക്കും. ഞാനെന്തോ ദുരുദ്ദേശത്തോടുകൂടി വരികയാണെങ്ങാനും വിചാരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വേണ്ടതല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. നല്ല രീതിയിൽ മുസ്സിയെ സംരക്ഷിക്കണം. അവളുടെ കണ്ണീര് ഇനി ഭൂമിയിൽ ഇറ്റാൻ പാടില്ല എന്നുള്ളത് പറയാൻ കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് അതാ അജ്മൽ സർ വാഹനത്തിലേക്ക് തന്നെ കയറി ഇരിക്കുന്നു. തലാൽ വിളിക്കുന്നു. അജ്മൽ വരൂ, പോവല്ലേ, നിങ്ങൾ കുറച്ച് നമുക്ക് സംസാരിച്ചിരിക്കാം. എന്തിന്? ഈ കാര്യം പെട്ടെന്നൊന്ന് അറിയിക്കണം കേട്ടോ. അവിടെ എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടായിട്ടാണ്. എൻ്റെ കുട്ടി എൻ്റെ പെങ്ങളായിരുന്നു. എൻ്റെ പെങ്ങളുട്ടി പോയതിനു ശേഷം എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് തലാൽ. ഓ, എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് ഇറക്കി തന്നതാണ് നിങ്ങളെ. പടച്ച റബ്ബ് നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോകാം. വണ്ടിയിൽ, എൻ്റെ വണ്ടിയിൽ ഭക്ഷണം വെള്ളമൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ കുറച്ച് തരട്ടെ? ഏയ് വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എൻ്റെ പെങ്ങളോട് പറഞ്ഞാൽ മതി. ഇക്കാക്കയോടൊന്നും തോന്നരുത്. ഇക്കാക്ക വിഷമം കൊണ്ടാണ് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ സിനാനോട് പറയണം, ഒരിക്കൽ പോലും എൻ്റെ പെങ്ങളുടെ കണ്ണുനീര് ഇനി കളയരുതെന്ന്. ഒരുപാട് സഹിച്ചതാണ്, അത് മാത്രം പറഞ്ഞാൽ മതി. ആ ഓക്കെ, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തലാലത വാഹനത്തിനടുക്കിലേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് അതാ മുസ്ലിനോടും സിനാനോടും പറയുന്നു, ഹലോ, നമ്മൾ വിചാരിച്ച ആളതാ തേടിയ വള്ളി കാലിൽ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് സിനാൻ, എവിടെ? അത് ആ കാറിൽ? ആടാ, പടച്ച റബ്ബ്, നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച പെട്ടെന്ന് കാണിച്ചിരുന്നുള്ളത് ശരി തന്നെ കേട്ടോ. പെട്ടെന്ന് സിനാൻ അതിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. കൂടെ മുസ്ലിം അവിടെ ഇരിക്കേ, ഞാനൊന്ന് പോയി വരാം. നേരെ അതാ സിനാനെ അജ്മൽ സാറിൻ്റെ അടുക്കലേക്ക്. പെട്ടെന്ന് അജ്മൽ സാർ അവനെ കണ്ടപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി പൊട്ടിക്കരയുകയാണുണ്ടായത്. സിനു, എൻ്റെ എന്താ അജ്മൽ സാർ എന്തെങ്ങനെ കരയുന്നത്? സിനു, എൻ്റെ പെങ്ങളെ നല്ലപോലെ നോക്കണം കേട്ടോ. ഇനി അവളെ വിഷമിപ്പിക്കരുത് കേട്ടോ. പാവം കുട്ടിയാണ്. നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് അവൾ, നിനക്ക് വേണ്ടി മാത്രം. നീ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത്, നല്ലപോലെ നോക്കണം കേട്ടോ അവളെ. നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും? സിനാൻ അതാ അവളെ വിളിക്കുന്നു. മുസ്സിയും ഇറങ്ങി വന്നു. ആ ഒരു നിമിഷം അജ്മൽ സാർ ഒന്ന് ഞെട്ടിപ്പോയി. മോളെ മുസ്സി, ഇക്കാക്കാൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇക്കാക്ക പറയാതെ പോകുന്നത്. ഇക്കാക്ക എന്നോടൊന്നും മിണ്ടാതെ പോയില്ലേ? നിങ്ങൾ ഒന്നും മിണ്ടാതെ പോയില്ലേ? ഞാനിക്കേ തയ്യായിരുന്നു അവിടെ. ഇക്കാക്കാൻ്റെ കുട്ടി സന്തോഷത്തിലായില്ലേ? എനിക്ക് സമാധാനമായല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും മിണ്ടാതെ പിന്നെ ഇറങ്ങിപ്പോകുന്നത്. സിനുവിൻ്റെ കൈകൾ മുഹ്സിനയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അവൻ നല്ലോണം നോക്കണം കേട്ടോ എൻ്റെ കുട്ടിയെ. എൻ്റെ പെങ്ങളാണ്. എൻ്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ മനസ്സുകൊണ്ടും ആ ഒരു ബന്ധം കൊണ്ടും എൻ്റെ പെങ്ങളാണ് അവൾ. അവൾക്കൊന്നും സംഭവിക്കരുത് കേട്ടോ. കണ്ണീരോടെയാണ് അജ്മൽ സാറ് അത് സിനാനോട് പറഞ്ഞത്. ഇല്ലക്ക, ഒരിക്കലുമില്ല. അത് അവളെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇതുവരെ നോക്കിയതുപോലല്ല. അന്ന് എനിക്കറിയില്ലായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത പ്രായമായിരുന്നു. എൻ്റെ പെണ്ണ് എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് എല്ലാവരുടെയും പ്രലോഭനങ്ങൾക്ക് വിധേയമായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. പക്ഷേ ഇനി നടക്കില്ല. ഇനി എൻ്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അവളെ സംരക്ഷിക്കും. മതിയടാ, മതി. സിനാനും മുബാറക്കും കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈ ഒരു വാക്ക് മതി എനിക്ക്. സന്തോഷമായി. പോയിക്കോളും, നല്ല രീതിയിൽ ജീവിക്കട്ടോ മോളെ. ഇക്കാക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണേ. ഇക്കാക്ക. അവൾ കരയുകയാണ്. ഇല്ല, എൻ്റെ മോളുടെ കണ്ണുനീര്
ഇനി വീഴാൻ പാടില്ല. നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഇക്കയുടെ പ്രാർത്ഥന ഉണ്ടാവും കൂടെ. പിന്നെ ഇക്കക്ക് ഉംറക്ക് പോവാട്ടോ. പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സമൃദ്ധിക്കും വേണ്ടി ഇക്കക്ക് പ്രാർത്ഥിക്കും. ഇക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇക്ക പോവാണ് ഇൻഷാ അല്ലാ. എന്നാൽ കയറിക്കോളി. സിനാൻ കയറി. മുഹ്സിനെയും അജ്മൽ സാർ ഡോറ് അടച്ചു കൊടുത്തു. പോയിക്കോളി ഇക്കാൻ്റെ കുട്ടികൾ കേട്ടോ. സന്തോഷത്തോടു കൂടി ജീവിക്കണേ. നല്ലൊരു വാർത്ത കേൾക്കണം എനിക്ക് പഠിത്തമായിട്ട്. അതിൽ മാറ്റൊന്നും വരുത്തരുത്, മനസ്സിലായല്ലോ? അത് പറഞ്ഞുകൊണ്ട് അജ്മൽ സാർ അവരെ യാത്ര അയക്കുന്നു. തലാലിൻ്റെ വണ്ടിയട അതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വീണ്ടും അജ്മൽ സാർ പൊട്ടിക്കരയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇക്കാക്കയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുഹ്സിനെയും സിനാനും. അവർ ആ കാറിൻ്റെ ബാക്കിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിസ്സഹായനായി വിതുമ്പിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അജ്മൽ സാറിനെ നോക്കിക്കൊണ്ട് അവരും കണ്ണീർ വാർത്തു. അജ്മൽ സാർ ദുആ ചെയ്തു, അല്ലാ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷ നിമിഷങ്ങൾ നൽകണേ അല്ലാ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ റഹ്മാനെ സുന്ദര കുസുമങ്ങൾ വിരിയണേ അല്ലാ. ആമീൻ. അജ്മൽ സാർ പ്രാർത്ഥിച്ചുകൊണ്ട് വാഹനത്തിൽ കയറി. ഇനി ഉംറ അത് ലക്ഷ്യമാണ്. എൻ്റെ മനസ്സിലാഗ്രഹം. ഒരു ലക്ഷ്യം ഒന്ന് ഞാൻ പൂർത്തീകരിച്ചു, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഏൽപ്പിച്ചു. രണ്ടാമത്തത് ഉംറ. അള്ളാഹുവിൻ്റെ ഭവനത്തിങ്കൽ ചെന്ന് കില്ല പിടിച്ച് പൊട്ടി കരയണം. അതാണ് എൻ്റെ അടുത്ത ആഗ്രഹം. അത് കഴിഞ്ഞ് മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയണം, വിതുമ്പിക്കരയണം. അജ്മൽ സാർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.